രാജ്യത്ത് തന്നെ വലിയ ആശങ്കയായി മാറിയ തെരുവുനായ പ്രശ്നത്തിൽ ഇപ്പോൾ രാജ്യത്തെ പരമോന്നത കോടതി വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി മുതൽ പേവിഷബാധയുള്ളതും അത്യന്തം അപകടകാരികളുമായ തെരുവുനായ്ക്കളെ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച് ദയാവധത്തിന് വിധേയമാക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന സാഹചര്യങ്ങളിൽ അധികൃതർക്ക് ശക്തമായ ഇടപെടൽ നടത്താമെന്ന സന്ദേശമാണ് ഈ വിധിയിലൂടെ കോടതി നൽകുന്നത്. ഇതോടൊപ്പം തന്നെ രാജ്യത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ആന്റി റാബീസ് വാക്സിൻ ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിലും ഈ വാർത്ത വലിയ ആശ്വാസമാണ് ഉണ്ടാക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി ആളുകൾ തെരുവുനായ ആക്രമണത്തിന് ഇരയായ സംഭവങ്ങൾ നമ്മൾ കണ്ടു. വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ, രാവിലെ നടക്കാനിറങ്ങുന്ന മുതിർന്നവർ, ബൈക്കിൽ പോകുന്ന സാധാരണക്കാർ ആരും സുരക്ഷിതരല്ലെന്ന അവസ്ഥയായിരുന്നു പല സ്ഥലങ്ങളിലും. ഇതാണ് സുപ്രീം കോടതിയും വളരെ ഗൗരവത്തോടെ പരിഗണിച്ചത്. നായ്ക്കളുടെ കടിയേൽക്കുന്ന സംഭവങ്ങൾ ഭീതിജനകമായി വർദ്ധിക്കുന്നുവെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചു. മൃഗസ്നേഹികളും മൃഗസംരക്ഷണ സംഘടനകളും നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ ശക്തമായ ഉത്തരവ് വന്നിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ മാറ്റരുതെന്നും പിടികൂടിയ നായ്ക്കളെ വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ തിരികെ വിടണമെന്നും ആവശ്യപ്പെട്ട് നിരവധി അപേക്ഷകളാണ് കോടതിയിലെത്തിയത്. പക്ഷേ മനുഷ്യരുടെ ജീവനും സുരക്ഷയും മുൻഗണന നൽകേണ്ടതുണ്ടെന്ന് സുപ്രീം കോടതി ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഓരോ ജില്ലയിലും പൂർണ്ണ സജ്ജമായ ABC സെന്ററുകൾ സ്ഥാപിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. അതായത് തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണത്തിനും വാക്സിനേഷനും ചികിത്സയ്ക്കുമായി പ്രത്യേക കേന്ദ്രങ്ങൾ വേണം. അതിനാവശ്യമായ ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ, പരിശീലനം ലഭിച്ച ജീവനക്കാർ, വെറ്റിനറി സേവനങ്ങൾ എല്ലാം ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി. ജനസാന്ദ്രതയും സ്ഥലത്തിന്റെ വ്യാപ്തിയും കണക്കിലെടുത്ത് കൂടുതൽ ABC സെന്ററുകൾ തുടങ്ങണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു. വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ മാറ്റണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം ദേശീയ പാതകളിലും എക്സ്പ്രസ് വേകളിലും തെരുവ് നായ്ക്കളുടെയും മറ്റ് മൃഗങ്ങളുടെയും സാന്നിധ്യം ഒഴിവാക്കാൻ പ്രത്യേക സംവിധാനം വേണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനും മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിനുമാണ് ഈ നിർദ്ദേശം. പ്രത്യേക വാഹനങ്ങൾ ഉപയോഗിച്ച് മൃഗങ്ങളെ സുരക്ഷിതമായി മാറ്റണമെന്നും അവയ്ക്ക് പുനരധിവാസ കേന്ദ്രങ്ങൾ ഒരുക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് നായ്ക്കളുടെ ദയാവധവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. പേവിഷബാധയുള്ളതോ അത്യന്തം അക്രമകാരികളോ മനുഷ്യജീവന് വലിയ ഭീഷണിയാകുന്നവയോ ആയ നായ്ക്കളെ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച് ദയാവധത്തിന് വിധേയമാക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മനുഷ്യജീവൻ സംരക്ഷിക്കുകയാണ് പ്രഥമ പരിഗണനയെന്ന് കോടതി വ്യക്തമാക്കുന്നു. ഇതിനെതിരെ മൃഗസ്നേഹി സംഘടനകളിൽ നിന്നും ഇതിനോടകം തന്നെ എതിർപ്പുയർന്നിട്ടുണ്ട്. മറ്റൊരു നിർണായക ഭാഗം ഉദ്യോഗസ്ഥർക്കുള്ള സംരക്ഷണമാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സാധാരണ രീതിയിൽ കേസുകളോ FIRകളോ എടുക്കാൻ പാടില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ദുരുദ്ദേശത്തോടെ അധികാരം ദുരുപയോഗം ചെയ്തുവെന്ന് വ്യക്തമായി തെളിയുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ നടപടിയുണ്ടാകൂ. കാരണം പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥർക്ക് മൃഗസ്നേഹികളുടെ സംഘടനകളുടെ പ്രതിഷേധം ഭയന്ന് നടപടിയെടുക്കാൻ ഭയമുണ്ടായിരുന്നുവെന്നാണ് സർക്കാർ പറയുന്നത്. ഈ ഉത്തരവുകൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് എല്ലാ ഹൈക്കോടതികളും നിരന്തരം നിരീക്ഷിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സ്വമേധയാ കേസുകൾ രജിസ്റ്റർ ചെയ്ത് മേൽനോട്ടം വഹിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അതായത് ഈ വിഷയത്തിൽ ഇനി സംസ്ഥാന സർക്കാരുകൾക്ക് ഒഴിഞ്ഞുമാറാൻ അധികം അവസരമുണ്ടാകില്ല. ഈ സുപ്രീം കോടതി വിധിയിലൂടെ ഇത്രയും വർഷമായി തുടരുന്ന തെരുവുനായ ഭീഷണിക്ക് ഒടുവിലൊരു ശക്തമായ പരിഹാരം ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് കേരളത്തിൽ ഏതു നിലയിലാവും പുതിയ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് എന്നതുകൂടി കാത്തിരുന്ന് കാണാം.